ഓം ശാന്തി. 4/4/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമനാകുന്നതിനെ പുരുഷാർത്ഥം ചെയ്യുകയാണ്. ദേവതമാരാണ് പുരുഷോത്തം, കാരണം അവർ പാവനമാണ്. നിങ്ങൾ പാവനമായി കൊണ്ടിരിക്കുന്നു. ചോദ്യം: പരിധിയില്ലാത്ത ബാബ കുട്ടികളായ നിങ്ങൾക്ക് ശരണം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം നമ്മളെല്ലാവരും ചവറ്റുകുട്ടയിൽ കിടക്കുകയായിരുന്നു. ബാബ നമ്മളെ ചവറ്റുകുട്ടയിൽ നിന്നും പുറത്തെടുത്ത് പുഷ്പമാക്കി മാറ്റുന്നു. ആസുരീയ ഗുണങ്ങളുള്ളവരെ ദൈവീ ഗുണങ്ങളുള്ളവരാക്കി മാറ്റുന്നു. ഡ്രാമ അനുസരിച്ച് ബാബ വന്ന് നമ്മളെ മാലിന്യത്തിൽ നിന്നും മാറ്റി അഡോപ്റ്റ് ചെയ്ത് സ്വന്തമാക്കിയിരിക്കും. ഗീതം. ഇത് ആരാണ് വന്നിരിക്കുന്നത് ഇന്ന് അതിരാവിലെ? ഓം ശാന്തി. രാത്രിയെ പകലാക്കുന്നതിനു വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നു കഴിഞ്ഞു. മുൻപ് നമ്മൾ ശൂദ്ര വർണ്ണത്തിലേതായിരുന്നു, ശൂദ്രബുദ്ധിയായിരുന്നു. വർണ്ണങ്ങളുടെ ചിത്രവും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കറിയാം നമ്മൾ ഈ വർണ്ണങ്ങളിൽ എങ്ങനെയാണ് ചക്ര കറങ്ങുന്നത്. ഇപ്പോൾ നമ്മളെ പരംപിത പരമാത്മാവ് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കിയിരിക്കുന്നു. കൽപ്പം തോറും കൽപ്പത്തിലെ സംഗമയുഗത്തിൽ നമ്മൾ ബ്രാഹ്മണരാകുന്നു. ബ്രാഹ്മണരെ പുരുഷോത്തം എന്ന് പറയില്ല. പുരുഷോത്തമർ എന്ന് ദേവതകളെയാണ് പറയുന്നത്. ബ്രാഹ്മണർ ഇവിടെ പുരുഷാർത്ഥം ചെയ്യുന്നു, പുരുഷോത്തമനാകുന്നതിനു വേണ്ടി. പതീതത്തിൽ നിന്നും പാവനമാകുന്നതിന് വേണ്ടിയാണ് ബാബയെ വിളിക്കുന്നത്. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം പാവനമായിക്കൊണ്ടിരിക്കുന്നു? സ്റ്റുഡൻസും പഠനത്തിനു വേണ്ടി വിചാരസാഗര മഥനം ചെയ്യുന്നില്ലേ? ഈ പഠനത്തിലൂടെ നമ്മൾ ഇന്നതാകും എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരായിരിക്കുന്നു ദേവതയാകുന്നതിന് വേണ്ടി. ഇത് അമൂല്യ ജീവിതമാണ്, കാരണം നിങ്ങൾ ഈശ്വരീയ സന്താനമാണ്. ഈശ്വരൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പതീതത്തിൽ നിന്നും പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. പാവനമായ ദേവതയാകുന്നു. വർണ്ണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സന്യാസിമാരും മറ്റും ഈ കാര്യങ്ങളിൽ യോജിക്കുകയില്ല. പിന്നെ 84 ജന്മങ്ങളുടെ കണക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ സന്യാസധർമ്മത്തിലുള്ളവർ 84 ജന്മങ്ങൾ എടുക്കുന്നില്ല എന്നതും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്ലാമി, ബൗദ്ധി ആദിയായവർ 84 ജന്മങ്ങൾ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കും. പുനർജന്മങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ കുറവാണ്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലൂടെ ഉടനടി മനസ്സിലാകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും യുക്തി ആവശ്യമാണ്. കുട്ടികളായ നിങ്ങൾ ഇവിടെ സന്മുഖത്തിരിക്കുന്നു. അപ്പോൾ ബാബ ബുദ്ധിയെ റിഫ്രഷ് ആക്കുന്നു. മറ്റു കുട്ടികളും റിഫ്രഷ് ആകുന്നതിന് വേണ്ടി ഇവിടെ വരുന്നത് പോലെ നിങ്ങളെ ആകട്ടെ ദിവസവും ബാബ റിഫ്രഷ് ചെയ്യുന്നു. ഇത് ധാരണ ചെയ്യൂ. ബുദ്ധിയിൽ ഈ ചിന്ത നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായത്? ബ്രഹ്മാവിൻ്റെ സന്താനമാണ് ബ്രാഹ്മണൻ. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന് പേര് വയ്ക്കുന്നു. ഈ ബ്രഹ്മകുമാർ കുമാരിമാർ
ഫാമിലിയായി. അപ്പോൾ തീർച്ചയായും അഡോപ്റ്റ് ചെയ്തവരാണ്. ബാബയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആ ഒന്നിനെ പിതാവ് എന്ന് പറയുന്നു, ദാത എന്ന് പറയില്ല. പിതാവിനെ പിതാവ് എന്ന് തന്നെ പറയും. സമ്പത്ത് ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ചിറ്റപ്പനോ അമ്മാവനോ അല്ലെങ്കിൽ അതേ കുലത്തിലുള്ളവരോ ഒക്കെ ദത്തെടുക്കാറുണ്ട്. ബാബ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ചവറ്റുകുട്ടയിൽ കിടക്കുകയായിരുന്നു. അതിനെ ആരോ എടുത്തുകൊണ്ടുപോയി ആർക്കോ ദത്തെടുക്കുവാനായി നൽകി. കാരണം അവർക്ക് തൻ്റേതായ കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ദത്തെടുക്കപ്പെട്ട പെൺകുട്ടി അവരെ അമ്മയെന്നും അച്ഛനെന്നും വിളിക്കാൻ തുടങ്ങുമല്ലോ. ഇവിടെ പരിധിയില്ലാത്ത കാര്യമാണ്. കുട്ടികളായ നിങ്ങളും പരിധിയില്ലാത്ത ചവറ്റുകൊട്ടയിൽ കിടക്കുകയായിരുന്നു. വിഷയവൈതരണി നദിയിൽ കിടക്കുകയായിരുന്നു. എത്ര മലിനമായി കിടക്കുകയായിരുന്നു. ഡ്രാമ അനുസരിച്ച് ബാബ വന്ന് ആ മാലിന്യത്തിൽ നിന്നും മാറ്റി നിങ്ങളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. തമോ പ്രധാനമായതിനെ മാലിന്യം എന്ന് പറയുമല്ലോ. ആസുരീയ ഗുണങ്ങളുള്ള മനുഷ്യരാണ് ദേഹാഭിമാനി. കാമവും ക്രോധവും വലിയ വികാരങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾ രാവണൻ്റെ വലിയ ചവറ്റുകുട്ടയിൽ കിടക്കുകയായിരുന്നു. വാസ്തവത്തിൽ അഭയാർത്ഥികളുമാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ ശരണമെടുത്തിരിക്കുകയാണ്. ചവറ്റുകുട്ടയിൽ നിന്നും മാറി പുഷ്പമായ ദേവതയാകുന്നതിന് വേണ്ടി ഈ സമയം മുഴുവൻ ലോകവും വലിയ ചവറ്റുകുട്ടയിൽ കിടക്കുകയാണ്. ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ ചപ്പു ചവറിൽ നിന്നും പുറത്തെടുത്ത് തൻ്റേതാക്കി മാറ്റുന്നു. എന്നാൽ ചപ്പു ചവറിൽ കഴിയുന്നവർ ഇങ്ങനെ ശീലമുള്ളവർ ആയിരിക്കുകയാണ്. അത് കാരണം പുറത്തെടുത്താലും പിന്നെയും ചപ്പു ചവറ് തന്നെ നല്ലതായി തോന്നുന്നു. ബാബ വന്ന് പരിധിയില്ലാത്ത ചവറിൽ നിന്നും പുറത്തെടുക്കുന്നു. വിളിക്കുന്നുമുണ്ട്, ബാബ വന്ന് നമ്മളെ പുഷ്പമാക്കി മാറ്റൂ. മുള്ളുകളുടെ കാട്ടിൽ നിന്നും പുറത്തെടുത്ത് പുഷ്പമാക്കൂ. ഈശ്വരീയ പൂന്തോട്ടത്തിൽ ഇരുത്തൂ. ഇപ്പോൾ അസുരന്മാരുടെ കാട്ടിൽ കിടക്കുകയാണ്. ബാബ കുട്ടികളായ നിങ്ങളെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി പിന്നീട് ദേവതയാകും. ഇത് ദേവതകളുടെ രാജധാനിയാണ്. ബ്രാഹ്മണർക്ക് രാജധാനിയില്ല. പാണ്ഡവർ എന്ന പേരുണ്ട്, പക്ഷേ പാണ്ഡവർക്ക് രാജധാനിയില്ല. രാജധാനി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ബാബയുടെ കൂടെ ഇരിക്കുകയാണ്. പരിധിയില്ലാത്ത രാത്രി ഇപ്പോൾ പൂർത്തിയായി. പരിധിയില്ലാത്ത പകൽ ആരംഭിക്കുന്നു. ഗീതം കേട്ടുവല്ലോ. ആരാണ് വന്നിരിക്കുന്നത് അതിരാവിലെ? അതിരാവിലെ വരുന്നത് രാത്രിയെ ഇല്ലാതാക്കി പകൽ കൊണ്ടുവരുവാനാണ്. അതായത് സ്വർഗത്തിൻ്റെ സ്ഥാപനയും നരകത്തിൻ്റെ വിനാശം ചെയ്യിക്കുന്നതിന് വേണ്ടി. ഇതും ബുദ്ധിയിലുണ്ടായിരിക്കുമെങ്കിൽ സന്തോഷമുണ്ടാകും. ആരാണോ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടുന്നവർ, അവർ ഒരിക്കലും തൻ്റെ ആസുരീയ സ്വഭാവം കാണിക്കുകയില്ല. ഏത് യജ്ഞത്തിൽ നിന്നാണോ ഇത്രയും ഉയർന്നവരാകുന്നത്, വളരെ സ്നേഹത്തോടെ ആ യജ്ഞത്തിൻ്റെ സേവനം ചെയ്യും. ഇങ്ങനെയുള്ള യജ്ഞത്തിൽ എല്ലുകളും അർപ്പിക്കണം. സ്വയം തന്നെ നോക്കണം. ഈ പെരുമാറ്റത്തിലൂടെ നമ്മൾ ഉയർന്ന പദവി എങ്ങനെ നേടും? അവിവേകികളായ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ രാജാവാകും, എങ്ങനെ പ്രജയാകും എന്ന്. ബാബ അനുഭവി രഥത്തെയാണ് സ്വീകരിച്ചത്. ഇദ്ദേഹം രാജാക്കന്മാരെയും മറ്റും നല്ല രീതിയിൽ അറിയുന്നു. രാജാക്കന്മാരുടെ ദാസദാസിമാർക്കും വളരെയധികം സുഖം ലഭിക്കുന്നു. അവരും രാജാക്കന്മാരുടെ കൂടെയാണ് കഴിയുന്നത്. പക്ഷേ ദാസദാസി എന്നാണ് വിളിക്കപ്പെടുന്നത്. സുഖമുണ്ടായിരിക്കും.
രാജാവും റാണിയും എന്ത് കഴിക്കുമോ അത് അവർക്കും കിട്ടും. പുറത്ത് കഴിയുന്നവർക്ക് കഴിക്കുവാൻ സാധിക്കില്ല. ദാസിമാരിലും നമ്പർ വാറായിരിക്കും. ചിലർ അലങ്കരിക്കുന്നവർ, ചിലർ കുട്ടികളെ സംരക്ഷിക്കുന്നവർ, ചിലർ തൂപ്പുകാർ. ഇവിടെയുള്ള രാജാക്കന്മാർക്ക് ഇത്രയും ദാസദാസിമാരുണ്ടെങ്കിൽ അവിടെ എത്ര അനേകം പേരുണ്ടാകും. എല്ലാവർക്കും അവരവരുടേതായ ചാർജ് ഉണ്ടാകും. വസിക്കുവാനുള്ള സ്ഥാനം വേറെയായിരിക്കും. അവർ രാജാവിനെയും റാണിയെയും പോലെ അലങ്കരിക്കപ്പെട്ടവരായിരിക്കില്ല. സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കുന്നത് പോലെ. തീർച്ചയായും അകത്ത് പ്രവേശിക്കും, പക്ഷേ കഴിയുന്നത് സെർവൻറ്റ് ക്വാർട്ടേഴ്സിലായിരിക്കും. അപ്പോൾ ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം തൻ്റെ മേൽ ദയവ് കാണിക്കൂ. നമ്മൾ ഉയർന്നതിലും ഉയർന്നവരാകട്ടെ. ഇപ്പോൾ നമ്മൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണരായിരിക്കുന്നു. ആഹാ സൗഭാഗ്യം! പിന്നീട് ദേവതയായി മാറും. ഈ സംഗമയുഗം വളരെ മംഗളകാരിയാണ്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. ഭണ്ഡാരയിലും യോഗത്തിലിരുന്ന് ഭോജനം തയ്യാറാക്കുകയാണെങ്കിൽ വളരെ പേരുടെ മംഗളം അടങ്ങിയിട്ടുണ്ട്. ശ്രീനാഥ് ദ്വാറിലും ഭക്ഷണം തയ്യാറാക്കുന്നത് തീർത്തും സൈലൻസിലാണ്. ശ്രീനാഥൻ്റെ മാത്രം ഓർമ്മയിലായിരിക്കും. ഭക്തർ തൻ്റെ ഭക്തിയിൽ വളരെ ലഹരി പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കാകട്ടെ ജ്ഞാനത്തിൽ ലഹരി പിടിച്ചിരിക്കണം. കൃഷ്ണൻ്റെയും അങ്ങനെയുള്ള ഭക്തരുണ്ട്. കാര്യം ചോദിക്കുകയേ വേണ്ട. വൃന്ദാവനത്തിൽ 2 പെൺകുട്ടികളുണ്ട്. പൂർണ്ണ ഭക്തരാണ്. പറയുന്നു, നമുക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മാത്രം മതി. ഇവിടെ തന്നെ ശരീരം ഉപേക്ഷിക്കാം കൃഷ്ണൻ്റെ ഓർമ്മയിൽ. അവരോട് വളരെ പേർ പറയുന്നു, നല്ല കെട്ടിടത്തിൽ പോയി കഴിയൂ, ജ്ഞാനമെടുക്കൂ. അവർ പറയുന്നു, നമ്മൾ ഇവിടെ തന്നെ കഴിയും. അവരെ ഭക്ത ശിരോമണി എന്ന് പറയും. കൃഷ്ണൻ്റെ മേൽ എത്ര സമർപ്പണമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയുടെ മേൽ സമർപ്പണമാകണം. ആദ്യം ആരംഭത്തിൽ ശിവ് ബാബയുടെ മേൽ എത്ര പേർ അർപ്പണമായി. അനേകം പേർ വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വളരെ പേർക്ക് തങ്ങളുടെ വീടും കുടുംബവും ഓർമ്മ വരാൻ തുടങ്ങി. എത്ര പേർ മടങ്ങിപ്പോയി. വളരെ പേർക്ക് ഗ്രഹപ്പിഴ വരാറുണ്ട്. ചിലപ്പോൾ ഒരു ദശ, ചിലപ്പോൾ മറ്റൊരു ദശയായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആര് വന്നാലും പറയൂ, എവിടെയാണ് വന്നിരിക്കുന്നത്. പുറത്തുള്ള ബോർഡ് കണ്ടോ, ബ്രഹ്മകുമാർ കുമാരിമാർ. ഇത് പരിവാരമാണല്ലോ. ഒന്ന് നിരാകാരനായ പരംപിത പരമാത്മാവ്. രണ്ടാമതായി പ്രജാപിത ബ്രഹ്മാവിനും മഹിമയുണ്ട്. ഇവരെല്ലാം അവരുടെ കുട്ടികളാണ്. ദാദായാണ് ശിവ് ബാബ. സമ്പത്ത് ആ ഒന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ഒന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറും. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എത്ര ഉയർന്ന പഠനമാണ്. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ ബാബയിൽ നിന്നും സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പഠനം പഠിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ദേവീ ഗുണം ധാരണ ചെയ്യണം. നിങ്ങളുടെ ആഹാര രീതി, സംസാരം, പെരുമാറ്റം എത്ര റോയലായിരിക്കണം. ദേവതമാർ എത്ര കുറച്ചാണ് ഭക്ഷിക്കുന്നത്. അവരിൽ യാതൊരു അത്യാർത്തിയും ഉണ്ടായിരിക്കുകയില്ല. 36 പ്രകാരത്തിലുള്ള ഭോജനം തയ്യാറാക്കുന്നു. കഴിക്കുന്നത് എത്ര കുറച്ചാണ്. ആഹാരപാനീയങ്ങളുടെ അത്യാർത്തി വയ്ക്കുക. ഇതും ആസുരീയ പെരുമാറ്റം എന്ന് പറയും. ദേവീ ഗുണം ധാരണ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആഹാര രീതികൾ വളരെ ശുദ്ധവും സാധാരണവുമായിരിക്കണം. പക്ഷേ മായ അങ്ങനെയാണ്. ഒറ്റയടിക്ക്
കല്ല് ബുദ്ധിയാക്കി മാറ്റുന്നു. പിന്നെ പദവിയും അങ്ങനെയുള്ളതായിരിക്കും ലഭിക്കുന്നത്. ബാബ പറയുന്നു, തൻ്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ദൈവീ ഗുണം ധാരണ ചെയ്യൂ. നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ബാബ തരുന്നതല്ല, നിങ്ങൾ തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ നേടുകയാണ്. സ്വയം നോക്കണം, നമ്മൾ എത്രത്തോളം സേവനം ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തായി മാറും. ഈ സമയം ശരീരം ഉപേക്ഷിക്കുമെങ്കിൽ എന്തായിരിക്കും ലഭിക്കുക? ബാബയോട് ആരെങ്കിലും ചോദിച്ചാൽ ബാബ ഉടനെ പറഞ്ഞു തരും, ഇന്ന പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഇന്ന പദവി നേടും എന്ന്. പുരുഷാർത്ഥമേ ചെയ്യുന്നില്ല എങ്കിൽ കൽപ്പാന്തരത്തേക്ക് സ്വയം തനിക്ക് നഷ്ടമുണ്ടാക്കുകയാണ്. നല്ല സർവീസ് ചെയ്യുന്നവർ തീർച്ചയായും നല്ല പദവി നേടും. ഉള്ളിൽ അറിയാൻ കഴിയുന്നു, ഇവർ പോയി ദാസദാസിയാകും എന്ന്. പുറമേ പറയുവാൻ സാധിക്കില്ല. സ്കൂളിലും സ്റ്റുഡൻറ് മനസ്സിലാക്കുന്നു, നമ്മൾ സീനിയർ ആകുമോ അതോ ജൂനിയർ ആകുമോ. ഇവിടെയും അങ്ങനെയാണ്. ആരാണോ സീനിയർ അവർ രാജാ റാണിയാകും, ജൂനിയർ കുറഞ്ഞ പദവി നേടും. ധനികരിലും സീനിയറും ജൂനിയറും ഉണ്ടായിരിക്കും. ദാസദാസിമാരിലും സീനിയറും ജൂനിയറും ഉണ്ടാകും. സീനിയർ ആയവരുടെ സ്ഥാനം ഉയർന്നതായിരിക്കും. തൂപ്പുകാരായ ദാസിമാർക്ക് ഒരിക്കലും കൊട്ടാരത്തിനുള്ളിൽ വരാനുള്ള ആജ്ഞ ഉണ്ടായിരിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളായ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അന്തിമത്തിൽ കൂടുതൽ മനസ്സിലാക്കും. ഉയർന്നതാക്കി മാറ്റുന്നവരോട് ആദരവും വയ്ക്കണം. നോക്കൂ, കുമാരക സീനിയറാണ്, അതിനാൽ ആദരവ് വയ്ക്കണം. ബാബ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആരാണോ മഹാരഥിയായ കുട്ടികൾ അവരോട് ആദരവ് വയ്ക്കണം. ആദരവ് വയ്ക്കുന്നില്ലെങ്കിൽ തൻ്റെ മേൽ പാപത്തിൻ്റെ ഭാരം കയറ്റുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ബാബ ശ്രദ്ധയിൽ വരുത്തുന്നു. വളരെ ജാഗ്രത ആവശ്യമാണ്. നമ്പർ വാറായി ആരുടെ ആദരവ് എങ്ങനെ വയ്ക്കണം ബാബ ഓരോരുത്തരെയും അറിയുന്നുവല്ലോ. ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ട്രീറ്റർ ആകുന്നതിനും വൈകുന്നില്ല. പിന്നെ കുമാരിമാർക്കും മാതാക്കൾക്കും ബന്ധനം വരുന്നു, ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അധികം മാതാക്കളാണ് എഴുതുന്നത്, ബാബ നമ്മളെ ഇവർ വളരെയധികം ശല്യം ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യട്ടെ? ബലം പ്രയോഗിക്കുവാനായി നിങ്ങൾ മൃഗമൊന്നുമല്ലല്ലോ. ഉള്ളിൽ ആഗ്രഹമുണ്ട്, അതിനാലാണ് എന്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. ഇതിൽ ചോദിക്കേണ്ട കാര്യമില്ല. ആത്മാവ് തൻ്റെ മിത്രമാണ്, തൻ്റെ ശത്രുവുമാണ്. എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്തുകൊള്ളൂ. ചോദിക്കുന്നുവെങ്കിൽ ആഗ്രഹമുണ്ടെന്നാണ് അർത്ഥം. മുഖ്യമായത് ഓർമ്മയുടെ കാര്യമാണ്. ഓർമ്മയിലൂടെയാണ് നിങ്ങൾ പാവനമാകുന്നത്. ഈ ലക്ഷ്മി നാരായൺ നമ്പർ 1 പാവനമാണല്ലോ. മമ്മ എത്ര സേവനം ചെയ്തിരുന്നു. നമ്മൾ മമ്മയേക്കാൾ സമർത്ഥരാണ് എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. മമ്മ ജ്ഞാനത്തിൽ ഏറ്റവും തീവ്രമായിരുന്നു. യോഗത്തിൻ്റെ കുറവ് ധാരാളം പേരിലുണ്ട്. യോഗത്തിൽ ഇരിക്കുവാനേ സാധിക്കുന്നില്ല. ഓർമ്മിക്കുന്നില്ലെങ്കിൽ വികർമ്മം എങ്ങനെ വിനാശമാകും? നിയമം പറയുന്നു, അന്തിമത്തിൽ ഓർമ്മയിലാണ് ശരീരം ഉപേക്ഷിക്കേണ്ടത്. ശിവബാബയുടെ ഓർമ്മയിൽ തന്നെ പ്രാണൻ ശരീരത്തിൽ നിന്നും വേർപെടട്ടെ. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. എവിടെയും ആസക്തി ഉണ്ടാകരുത്. ഈ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അശരീരിയായി വന്നിരുന്നു, വീണ്ടും അശരീരിയായി പോകണം. കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. വളരെ മധുരമാകണം. ദൈവിക ഗുണവും വേണം. ദേഹ അഭിമാനത്തിൻ്റെ ഭൂതമുണ്ടല്ലോ. തൻ്റെ മേൽ വളരെ ശ്രദ്ധ വയ്ക്കണം. വളരെ സ്നേഹത്തോടെ നടക്കണം. ബാബയെ ഓർമ്മിക്കൂ, ചക്രത്തെയും ഓർമ്മിക്കൂ.
ചക്രത്തിൻ്റെ രഹസ്യം ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത്ഭുതമുണ്ടാകും. 84 ജന്മങ്ങളുടെ ഓർമ്മ പോലും ആർക്കും ഉണ്ടാകുന്നില്ല. അപ്പോൾ 84 ലക്ഷം ജന്മം ആർക്ക് എങ്ങനെ ഓർമ്മിക്കുവാൻ കഴിയും? ചിന്തയിൽ പോലും വരുക സാധ്യമല്ല. ഈ ചക്രത്തെ തന്നെ ബുദ്ധിയിൽ ഓർമ്മ വെച്ചാലും അഹോ സൗഭാഗ്യം. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകുന്നു. പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടാകണം. ബുദ്ധിയോഗം ശാന്തിധാമിലും സുഖധാമിലും ഇരിക്കട്ടെ. ഗീതയിലുമുണ്ട് മന്മനാഭവ. ഗീത പഠിച്ച ആർക്കും തന്നെ മന്മനാഭവയുടെ അർത്ഥം അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം. ഭഗവാൻ വാച്ച ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആരാണ് പറഞ്ഞത്? സ്വയം ബാബ. ചിലർ പിന്നെ പറയുന്നു നമ്മൾ ശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ എന്ന്. ഭഗവാൻ വന്നാൽ പോലും അംഗീകരിക്കില്ല. കൃത്യമായി ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ വന്നിരിക്കുകയാണ്. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രങ്ങൾ തുടങ്ങിയവ എല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. ഭഗവാനിൽ നിശ്ചയമുണ്ടായി എങ്കിൽ സമ്പത്തെടുക്കുവാൻ തുടങ്ങുമായിരുന്നേനെ. പിന്നെ ഭക്തിയും പറന്നു പോകും. എന്നാൽ നിശ്ചയമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ദേവത ആകുന്നതിന് വേണ്ടി വളരെ റോയൽ സംസ്കാരം ധാരണ ചെയ്യണം. ആഹാര രീതികൾ വളരെ ശുദ്ധവും സാധാരണവുമാക്കി വയ്ക്കണം. അത്യാർത്തി കാണിക്കരുത്. തൻ്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക ഗുണം ധാരണ ചെയ്യണം. തൻ്റെ മേൽ ശ്രദ്ധ വച്ച് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നടക്കണം. തന്നേക്കാൾ സീനിയർ ആരാണോ അവരോട് തീർച്ചയായും ആദരവ് വയ്ക്കണം. വളരെയധികം മധുരമാകണം. ദേഹാഭിമാനത്തിൽ വരരുത്. വരദാനം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ദയാഹൃദയരായി ഉൾക്കൊള്ളുന്ന ശുഭചിന്തകനായി ഭവിക്കട്ടെ. അഥവാ ആരുടെയെങ്കിലും കഴിഞ്ഞുപോയ ദൗർബല്യത്തിൻ്റെ കാര്യങ്ങൾ ആരെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ ശുഭഭാവനയോടെ ഒഴിഞ്ഞു മാറൂ. വ്യർത്ഥ ചിന്തനമോ ദുർബലതയുടെ സംസാരങ്ങളോ പരസ്പരം നടത്തുവാൻ പാടില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ദയാഹൃദയരായി ഉൾക്കൊള്ളൂ. ഉൾക്കൊണ്ട ശേഷം ശുഭഭാവനയോടെ ആ ആത്മാവിനെ പ്രതി മനസ്സാ സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് ആരെങ്കിലും തലകീഴായി പറയുകയോ ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനെ പരിവർത്തനപ്പെടുത്തൂ. ഒരാളിൽ നിന്നും രണ്ടാമനിലേക്ക്, രണ്ടാമനിൽ നിന്നും മൂന്നാമതൊരാളിലേക്ക്, ഇങ്ങനെ വ്യർത്ഥ കാര്യങ്ങളുടെ മാല ഉണ്ടാകരുത്. ഇപ്രകാരം അറ്റൻഷൻ വയ്ക്കുക എന്നാൽ ശുഭചിന്തകൻ ആവുക എന്നർത്ഥം. സ്ലോഗൻ. സന്തുഷ്ടമണി ആകൂ, അപ്പോൾ പ്രഭുപ്രിയവും ലോകപ്രിയവും സ്വയം പ്രിയവും ആയി മാറും. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഏതുപോലെ ശരീരവും ആത്മാവും കമ്പൈൻഡ് ആണെങ്കിലാണ് ജീവിതമുള്ളത്. അഥവാ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുകയാണെങ്കിൽ ജീവിതം സമാപ്തമാകുന്നു. ഇതേപോലെ കർമ്മയോഗി ജീവിതം എന്നാൽ യോഗമില്ലാതെ കർമ്മമില്ല, കർമ്മമില്ലാതെ യോഗമില്ല. സദാ കമ്പൈൻഡ് ആണെങ്കിൽ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. നിരാകാര സ്വരൂപത്തിൽ
ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.